ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ അന്നൊരു പൂവനെ ശരിയാക്കിയിരുന്നല്ലോ, അതിൻ്റെ കറി വെക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി ഇതവിടെ അരച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചെറിയുള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്, വലിയുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ വറുക്കുക. അതിന് നമ്മൾ ആദ്യം ചട്ടി ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചിട്ട് അതിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങ ഇട്ടിട്ട് കുറച്ച് മതി കേട്ടോ. ഇതൊക്കെ ഏലക്കായും അതുപോലെ പട്ട, കറാമ്പൂ, പിന്നെ കറിവേപ്പില, ഇതൊക്കെ, പിന്നെ ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് കുറച്ച് ഇടുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് തേങ്ങയിൽ ഇടുന്നത് കേട്ടോ. പിന്നെ കുറച്ച് വലിയ ജീരകം ഇടുന്നുണ്ട് കേട്ടോ. അതൊക്കെ കൂടി ഇട്ടിട്ട് ഇതൊന്ന് ഗോൾഡൻ ബ്രൗൺ കളറാവണ വരെ നമുക്ക് ഒന്ന് ഇളക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ ചിക്കനൊന്ന് മാഗ്നേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ ചിക്കനിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മുളക് പൊടിയാണ് ഇടുന്നത് കേട്ടോ. അത് ഓരോരുത്തരുടെ എരിവനുസരിച്ചിട്ട് നമുക്ക് എത്ര ഇടാം. പിന്നെ എന്താ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. ചിക്കൻ എത്രയാണെങ്കിൽ അതിൻ്റെ ഇരട്ടിയാണ് മല്ലിപ്പൊടി ഇവിടെ യൂസ് ചെയ്യാറ്. ഓരോരുത്തർ എങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ചിട്ട്. പിന്നെ നമ്മുടെ തേങ്ങയിലും കുറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി ചിക്കനിലിട്ടിട്ട് ചിക്കൻ മസാല ഒരു പാക്കറ്റ് കൊട്ടുന്നുണ്ട്, ചെറിയ പാക്കറ്റാണ്. അപ്പോൾ അത് ഒരു പാക്കറ്റ് കൊട്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത് കേട്ടോ. കൈകൊണ്ട് മിക്സ് ചെയ്താൽ നമുക്ക് ചിലപ്പോൾ എല്ലായിടത്തും ആവില്ല. അപ്പോൾ അതുകൊണ്ട് കൈ കൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. അപ്പോൾ നമ്മുടെ തേങ്ങ ഇവിടെ വറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇതാ ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ കുക്കർ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കുക. ഇവിടെ തൈടെണ്ണയാണ് കേട്ടോ യൂസ് ചെയ്യാറ്. അപ്പോൾ അത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ചേർത്തിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാമല്ലോ, വെളുത്തുള്ളി വഴന്ന് വരാൻ ഉപ്പിട്ട നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന ചെറിയുള്ളി അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. നന്നായി ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പോൾ നമ്മൾ തക്കാളി ഇതവിടെ നന്നായി വാടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ടതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എല്ലാതും കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുക്കർ അടച്ച് വെക്കാം കേട്ടോ. പിന്നെ ഈ നാടൻ കോഴിൻ്റെ പൂവൻ കോഴിക്ക് കൂക്കുമുട്ട ഉണ്ടാവുമല്ലോ, ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അപ്പോൾ അതാണിത്. ഇത് നമ്മൾ മറ്റേതൊക്കെ ഇടുന്നതിൻ്റെ കൂടെ ഇടാറില്ല കേട്ടോ. അങ്ങനെ ഇട്ടാൽ ഇത് പെട്ടെന്ന് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് അത് വേറെ ആയിട്ട് മേലെ വെച്ചിട്ടുള്ളത് കേട്ടോ. പിന്നെ എനിക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ കുറച്ച് നെയ്യും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ. അപ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ഒരു സ്മെല്ലും ഫ്ലേവറൊക്കെ കിട്ടും. പിന്നെ അത് നമ്മൾ കുക്കർ അടച്ച് വെച്ച് വിസിലടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. 5 വിസിലാണ് ഞാൻ കൊടുത്തത്. അപ്പോഴത്തേക്കും നമ്മുടെ ചിക്കനൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പുറത്തെ അടുപ്പിൽ നെയ്ച്ചോറും വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ തേങ്ങ കൂട്ടാൻ വേണ്ടിയിട്ട് വലിയൊരു പാത്രത്തേക്ക് ഇത് കൊട്ടാണ്. ഈ കറി ഇതിലേക്ക് ഒഴിച്ചതാണ്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പം നേരത്തെ വറുത്ത് വെച്ച തേങ്ങ ചൂടാറിയതിന് ശേഷം ഇത് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആ കറി ഒന്ന് തളിക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. എന്നിട്ട് നമ്മൾ ചെറിയുള്ളിയും അതുപോലെ വറ്റൽമുളക്, ഉണക്കമുളക് ഉണ്ടല്ലോ, അതും കറിവേപ്പില ഇട്ടിട്ടാണ് ഇത് താളിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, യൂസ്ഫുൾ ആവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് എന്നെ സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മളിതാ താളിച്ചതിന് ശേഷം അതൊക്കെ കറിയിൽ കൊഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇളക്കുകയും ചെയ്യാണ്ട് അടച്ചു വെക്കണം കേട്ടോ. അപ്പോൾ അതാണ് ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ഞാൻ പോയി ഭക്ഷണം കഴിക്കട്ടെ. ഓക്കെ.